ഇന്നത്തെ പരിപാടി രക്ഷയില്ല കേട്ടോ. ഞാൻ കിടന്നുറങ്ങരുത്. അപ്പൻ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ജിത. അപ്പോൾ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഒരു വ്ളോഗായിട്ടാട്ടോ ഇന്ന് വരുന്നത്. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ വയ്യാതിരിക്കുകയാണ്, വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ നമുക്ക് ഈ ഒരു ഡേ നമുക്ക് വേറൊരു ദിവസം ഫോട്ടോഷൂട്ട് മാറ്റി വയ്ക്കാനും പറ്റില്ല. നല്ല വയറുവേദനയും ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ്, സുഖമില്ലാതിരിക്കുകയാണ്. പക്ഷെ എന്നാലും നമുക്ക് ഇന്ന് തന്നെ ഫോട്ടോഷൂട്ട് ചെയ്തേ പറ്റൂ. നമുക്ക് വെബ്സൈറ്റിൻ്റെ കാര്യത്തിനും ഫോട്ടോ ആവശ്യമാണ്, അതേപോലെ തന്നെ വെബ്സൈറ്റ് സ്റ്റാർട്ടിൻ്റെ കാര്യത്തിന് ഫോട്ടോ ആവശ്യമാണ്, അതേപോലെ തന്നെ നമുക്ക് വിഷുവിൻ്റെ മോഡൽസ് ഇടാനും വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ രണ്ടാമത്തെ തൊട്ടാണ് കുളിക്കുന്നത്. തലയൊക്കെ ഒന്ന് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് കുളിച്ചു. അപ്പോൾ ഇനി ഡ്രസ്സ് കുറച്ച് അയൺ ചെയ്യാനുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു മോഡൽ ഡ്രസ്സ് ഇടാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുകളിൽ ചേച്ചിമാർ. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡ്രസ്സ് പാക്ക് ചെയ്യാണ്ട് ബാഗിൽ പാക്ക് ചെയ്ത് അയൺ ചെയ്തിട്ടാണ് പോണത്. അപ്പോൾ ഞാനൊരു പെട്ടിയിൽ കൊണ്ടുപോകാന്ന് വെച്ചിട്ടാണ്. ബാഗിലാവുമ്പോൾ ആകെ ചുളുങ്ങില്ല, അപ്പോൾ ഞാൻ പെട്ടിയിൽ കൊണ്ടുപോകാം. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു, അതായത് മോഡൽ ഇടാനുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളുടെ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ മോഡലുകളൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഉള്ള ഡ്രസ്സുകൾ തന്നെ കസ്റ്റമേഴ്സിന് തയ്ച്ചു കൊടുക്കുക അങ്ങനെയായിരുന്നു. അപ്പോൾ നമുക്ക് മോഡൽ ഇടാനായിട്ട് ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ എന്തായാലും ഇനി മോഡൽ ഇട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് മോഡൽസൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കളർ ചേഞ്ച് ആയിട്ടുള്ള അനാർക്കലികളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ മോഡൽ ഉണ്ടായിരുന്നില്ല. കസ്റ്റമേഴ്സ് ഏതെങ്കിലുമൊക്കെ കളർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ കസ്റ്റമൈസേഷനൊക്കെ ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ടോപ്പ്, അതേപോലെ തന്നെ ധാവണി, വിഷു സ്പെഷ്യലായിട്ടാണ് ധാവണി, അതൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ കുറച്ച് മോഡൽസുകൾ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടോപ്പിൻ്റെ ഷോൾ ഇതാ ചേച്ചി തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പോകുമ്പോഴേക്കും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ബ്ലാക്ക് ടോപ്പ്, സ്ലിറ്റുള്ള സ്ലീവ്ലെസ് ടോപ്പ് തയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഷോള് ഇതാ ഇവിടെ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചേച്ചി. പിന്നെ ഞാനിനി വേഗം റെഡിയായി പോകാൻ നിൽക്കുകയാണ് കേട്ടോ. 2 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാലാണ് 3 മണിക്ക് അവിടെ എത്തുള്ളൂ. മുടിയൊക്കെ ആകെ നനഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ ഒന്ന് മുടിയൊന്ന് ഡ്രൈ ആയിട്ടൊന്ന് സെറ്റാക്കി വെക്കണം കേട്ടോ. ഈ അടുത്ത് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ് ടാഗാരോൻ്റെ ഹെയർ വോളിയമൈസർ ഡ്രയറാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-in-1 ബെനിഫിറ്റാണ് കേട്ടോ. ഇതിൽ 3 ഹീറ്റ് സെറ്റിങ്സ് ആണുള്ളത്. കൂള്, ഹോട്ട്, സൂപ്പർ ഹോട്ടാണ് കേട്ടോ. ഇത് നമ്മൾ അധികം തിക്കൊന്നും ഇല്ലാത്ത മുടിയാണെങ്കിൽ നമുക്ക് നല്ല വോളിയൊക്കെ തോന്നിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഹെയർ ഡ്രൈ ആയി കിട്ടുകയും ചെയ്യണതാണ് കേട്ടോ. പിന്നെ ഏത് ടൈപ്പ് ഹെയർ ആയാലും, നിങ്ങളുടെ കേളി ഹെയർ ആയാലും അതെ നമുക്ക് ഈസി ആയിട്ട് സ്ട്രൈറ്റൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ഹെയർ ഫ്രിസി ആക്കി വെക്കില്ല. പിന്നെ 1 ഇയർ വാറൻറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും, അപ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ ഒരു ചടപ്പടം തന്നെ അങ്ങോട്ട് റെഡി ആയിട്ടോ. നമുക്ക് ഇന്നത്തെ ഒരു ഡേറ്റ് എന്നാണെങ്കിൽ വേറെ മാറ്റി വയ്ക്കാനും പറ്റില്ല. അങ്ങനെ മാറ്റി വെച്ചാൽ നമ്മളുടെ കുറേ കാര്യങ്ങൾ ഫുൾ താളം തെറ്റും. അപ്പോൾ ഫോട്ടോഗ്രാഫർക്കും ഫ്രീ ആവണ്ടേ. അപ്പം എനിക്ക് ഈ ചേട്ടനെയാണെങ്കിൽ നല്ല കമ്പനി ഉള്ള കാരണം ആളെ ഫോട്ടോ എടുത്ത് തന്നു കഴിഞ്ഞാൽ എനിക്കൊരു കംഫർട്ടബിൾ ആണ്. അപ്പോൾ നമ്മുടെ സേവ് ദ ഡേറ്റ് ഒക്കെ ചേട്ടൻ്റെ അടുത്തുണ്ടായിരുന്നത് അങ്ങനെ. അപ്പോൾ ഞാൻ മേക്കപ്പ് വേറെ ഒന്നും ചെയ്യണില്ല കേട്ടോ, ഒന്നും ചെയ്യണില്ല. എന്തായാലും ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്നും കാര്യമില്ല. അപ്പോൾ മേക്കപ്പ് ഒന്നും ചെയ്യണില്ല. അപ്പോൾ മൊത്തത്തിലൊരു സുഖമില്ലാതെ കാരണം മേക്കപ്പ് ചെയ്യാൻ അതിനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സ്ട്രോപ്പ് ക്രീം എനിക്കിപ്പോൾ ഈ ഇടയായിട്ട് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഫേസിൽ ജസ്റ്റ് ഒരു സ്ട്രോപ്പ് ക്രീം ഇട്ടു, ലിപ്സ്റ്റിക് ഇട്ടു, പൊട്ട് തൊട്ടു, ഐലൈനർ എഴുതി, ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മുടിയും ജസ്റ്റ് സെറ്റാക്കി, വേറെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ ഡ്രസ്സാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ബ്ലൗസിൻ്റെ കളർ ചേഞ്ചുകളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. പിന്നെ വേറെ 2-3 അനാർക്കലി, കുർത്തി ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത് കേട്ടോ. സ്കൂട്ടിമ്മ പോകാന്നാണ് വിചാരിച്ചത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ വയ്യാതെ ഇരിക്കുന്ന
കാരണം അത്രയും ലോങ് സ്കൂട്ടിയിൽ ഇരുന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ സാഗരേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് കാർ ചോദിച്ചു. അപ്പോൾ നമ്മളങ്ങനെ കാറിലാണ് പോണത് കേട്ടോ. അപ്പോൾ അമ്മ വീട്ടിലുണ്ട്, എൻ്റെ അമ്മ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മയോട് ഒന്ന് ചോദിച്ചു നോക്കാൻ വരുമോ, ചോദിച്ചാക്കാന്ന് വെച്ചു. അപ്പോൾ അമ്മ ചോദിച്ചപ്പോഴേക്കും വരാമെന്ന് വേഗം പറഞ്ഞു. ആളവിടെ ഇങ്ങനെ ബോറടിച്ചിരിക്കല്ലേ, അപ്പോൾ വേഗം വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങള് അമ്മേനെ കൂട്ടിയിട്ടാണ് പോണത് കേട്ടോ. സാഗരേട്ടാ എന്തെങ്കിലും പറ, നമ്മളെങ്ങോട്ട് പോണേ? പാലിയേക്കര ഭാഗമാണ്, എന്താ ഷൂട്ടിംഗ് വില്ലേജ്, അവിടേക്കാണ് പോണത് കേട്ടോ. അപ്പൊ റോഡാണ്, വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് സംസാരിക്കുന്നില്ല. ബൈ, സീ യു. ഫോട്ടോ എടുക്കാൻ മോഡലിടാൻ ഡ്രസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഷൂട്ടിംഗ് വില്ലേജിലെത്തി ഫോട്ടോഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി, മുഖത്തൊന്നും ചെയ്യാനായിട്ടൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഫേസ് എന്താ ഇങ്ങനെ ഇരിക്കണേന്ന് എന്തായാലും കമൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഒന്നും ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, വയ്യാത്ത കാരണം. നമുക്കിനി ഡേറ്റ് മാറ്റിയ ഫോട്ടോഗ്രാഫറും ഫ്രീ അല്ല, നമ്മളും ഫ്രീ അല്ല. അപ്പം എല്ലാം കൂടി ഒരു ദിവസം നോക്കി ഇനി ഇന്ന് തന്നെ ആവാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ അമ്മയുണ്ട് കൂടെ, കുറേ നാൾക്ക് ശേഷം ഇതാ അമ്മയൊക്കെ കൂടിയിട്ട് ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ ഒരു സന്തോഷം കേട്ടോ. ഇവിടെ ഷൂട്ടിംഗ് വില്ലേജിലാവുമ്പോൾ നമുക്ക് ഏത് ലുക്കിനും ഫോട്ടോ എടുക്കാനായിട്ടുള്ളൊരു ഇതുണ്ട്. ഇപ്പോൾ ട്രഡീഷണൽ ആയാലും വെസ്റ്റേൺ ആയാലും അതേപോലെ തന്നെ മെറ്റേണിറ്റി ആയാലും പിന്നെ സേവ് ദ ഡേറ്റ്, അതേത് ലുക്കായിക്കോട്ടെ, കിഡ്സിൻ്റെ ആയാലും ഏത് ലുക്കിനായാലും ഏത് ഡ്രസ്സിനായാലും മാച്ച് ആവുന്ന ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഷൂട്ടിംഗ് വില്ലേജിൽ. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഷൂട്ടിംഗ് വില്ലേജിൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഈ ഫോട്ടോസൊക്കെ എപ്പോഴായിരിക്കും കിട്ടുകയെന്നറിയില്ല, മാക്സിമം ഫാസ്റ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യണതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ഈ ധാവണിയുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് ഇടാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇതേപോലെയുള്ള ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചത്. അതേപോലെ തന്നെ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളൊരു പ്ലാനും കൂടി ഉണ്ട്. അതിലേക്ക് ഇതേപോലെ നല്ല HD ഫോട്ടോസ് വേണം. അപ്പോൾ അതും കൂടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു ഫോട്ടോഷൂട്ട് നമ്മൾ വെച്ചത് കേട്ടോ. ധാവണി നമ്മൾ 2-3 ടൈപ്പാണ് ഇറക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊരു ബ്ലൗസിൻ്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് കളറുകളുണ്ട്. സ്കേർട്ട് സ്റ്റിച്ചഡാണ്. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് തന്നെ ഞാൻ തരാം, എക്സ്ട്രാ പേയ്മെൻ്റ് ആവും. സ്കേർട്ടും ധാവണിയും എല്ലാം ഒരു സെറ്റായിട്ടാണ് നമ്മൾ കൊടുക്കണത് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഡ്രസ്സിൽ ബ്ലൗസ് മാത്രം ചേഞ്ച് ചെയ്തിട്ട് ഒരു 4-5 കളറുകളുണ്ട്. ഞാൻ ഇൻസ്റ്റയിൽ ഡീറ്റെയിൽ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ ആയിട്ടൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. ഇനി നെക്സ്റ്റ് നമുക്കൊരു അനാർക്കലിയാണ് ചെയ്യാനുള്ളത് കേട്ടോ. ഇത് വിചിത്ര മെറ്റീരിയലാണ്, ജോർജറ്റ് അല്ല കേട്ടോ. വിചിത്ര മെറ്റീരിയലിലുള്ളൊരു അനാർക്കലിയാണ്. അതേപോലെ തന്നെ ടോപ്പും ദുപ്പട്ടയാണ് റെഡ് കളറ്, അതേപോലെ തന്നെ ഗ്രീൻ കളറ്, പിന്നെ വയലറ്റ് പോലത്തെ ഒരു കളറുണ്ട് കേട്ടോ. വൈൻ കളർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതേപോലത്തെ ഒരു മുന്തിരി കളർ, അതൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു അനാർക്കലിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3/4 സ്ലീവാണ് വരുന്നത്, റൗണ്ട് നെക്കാണ് വരുന്നത്. പിന്നെ ഷോള് 2.5 മീറ്ററാണ് വരുന്നത്. ഗോട്ടാപ്പട്ടി ലേസ് ചുറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 800 രൂപയാണ് അനാർക്കലി സെറ്റിന് കേട്ടോ, ടോപ്പും ദുപ്പട്ടയും കൂടിയിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ചെക്ക് ചെയ്താൽ മതി, വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. മാക്സിമം ഞാൻ ഫാസ്റ്റായിട്ട് റിപ്ലൈ തരാനായിട്ട് നോക്കാം കേട്ടോ. ഇതിൻ്റെ ഫോട്ടോസ് എനിക്ക് കിട്ടിയിട്ടില്ല, ഫോട്ടോസ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഇതിലൊരു ഗ്രീൻ കളറും കൂടിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി എടുത്ത് നമ്മൾ ഫോട്ടോസൊക്കെ ഏകദേശം ഈ ഒരു മോഡലിൽ എടുത്തു കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ഡ്രസ്സാണ് കേട്ടോ, സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇത് ടോപ്പും ദുപ്പട്ടയും കൂടിയിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 750 രൂപയാണ് കേട്ടോ. ടോപ്പിന് ലൈനിങ് ഒക്കെ ഉണ്ട്, നല്ല സിൽക്കായിട്ടുള്ള മെറ്റീരിയലാണ്. മെറ്റീരിയലിൽ സെൽഫ് വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ നമ്മുടെ ഏകദേശം ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചേട്ടൻ ഫോട്ടോസൊക്കെ കാട്ടി തന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കുറേ നല്ല ഇഷ്ടമായി. അപ്പോൾ ഫോട്ടോസൊക്കെ കിട്ടാനായിട്ട് വെയിറ്റിംഗ് ആണ്. കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യണതായിരിക്കും കേട്ടോ.
പിന്നെ ഞാൻ ചോദിച്ചു എൻ്റെ സാഗരേട്ടൻ്റെ ഒരു ഫോട്ടോ എടുത്തു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ആളെടുത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സാഗരേട്ടന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതും കിട്ടാനായിട്ട് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് കേട്ടോ. പിന്നെ അത് അമ്മേനെ വിളിച്ചു. അമ്മ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന റൂമിൽ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ, കാരണം നല്ല വെയിലല്ലേ. അപ്പോൾ അമ്മേനെയും വിളിച്ചു. അപ്പോൾ അമ്മയുടെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അമ്മയും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. പിന്നെ ചേട്ടൻ പറഞ്ഞു നമുക്ക് അമ്മയുടെ കുറച്ച് ഒറ്റയ്ക്കുള്ള ഫോട്ടോസ് എടുക്കാമെന്ന്. അപ്പോൾ ഇതാ പൂക്കളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് അമ്മയുടെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ചുരിദാർ ഇട്ടാൽ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, ഈ അമ്മയുടെ ഈ ഒരു ചുരിദാർ റെഡ് കളർ. ഇത് ഇവിടെ നിന്ന് എടുത്തതൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഈ ഒരു ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് ഇട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശരിയാക്കി സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ. ചേട്ടി എനിക്ക് നോക്ക്. അപ്പോൾ ഗൈസ് അമ്മ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ എപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് പോകില്ല, അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ ഞാനും പിന്നെ ഇങ്ങോട്ട് വന്നതിന് ശേഷം അമ്മ ഇങ്ങനെ പുറത്തേക്ക് പോകില്ല, എൻജോയ്മെൻറ്റും പണ്ടത്തെ പോലെ ഫുഡ് മേടിച്ച് വീട്ടിലിരുന്ന് കഴിക്കാം അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ അമ്മേനെ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ അമ്മ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാഗരേട്ടൻ വിചാരിച്ചു എന്തായാലും മന്തല്ലേ, അപ്പോൾ തിരിച്ച് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കണ്ണൂത്ത് പാടത്തേക്ക് അവിടെയൊക്കെ പോയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ നടക്കാന്ന് പറഞ്ഞു, പക്ഷെ കേക്കണ്ടേ. ആദ്യം പറഞ്ഞു എനിക്ക് ആ ഇടിയില്ലാണ്ട് കേട്ടിട്ട് കാര്യമില്ല, എങ്ങടാണ് ഇപ്പൊ സാധനം പൊളിക്കണ്ടെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു അവസാനം കാണിച്ചത് എനിക്ക് ആ ഡോറാണില്ല എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നേക്കാണ് കണ്ണൂത്ത് പാടട്ടോ. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി സ്പോട്ട് ഉണ്ട്, മീൻസ് നല്ല ഒരു ചായക്കടയുണ്ട്. എൻ്റെ സാഗരേട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസാണ്. കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ അവിടെ ഒരു വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പട്ടം പറത്തുന്നതും പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക വാലന്റൈൻസ് ഡേയുടെ സ്പെഷ്യൽ വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല അടിപൊളി സ്ഥലമാണ്. ഈ ഒരു ചായക്കട ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നിന്ന് നമ്മൾ കൊള്ളി മുട്ട അതൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മളത് കഴിക്കാനും ചായയൊക്കെ കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളി ചില്ലി ചിക്കൻ, കൊള്ളി ചിക്കൻ, കൊള്ളി ബീഫ്, പിന്നെ കൊള്ളി മുട്ട, ആ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ ഒരു ചായ. ഇതേപോലെ കൊള്ളി അതിൻ്റെ ഫുഡുകളൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞങ്ങളത് മൂന്ന് പേരും മേടിച്ച് കഴിച്ചു. പിന്നെ അച്ഛനും പിന്നെ അമ്മയ്ക്കും ഒക്കെ പാഴ്സലും വാങ്ങി കേട്ടോ. ഇതെവിടെ കണ്ണൂത്ത് വന്നിരിക്കണം. അപ്പം ആദ്യമായിട്ടാ ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്നത്. ചിലപ്പോൾ ഇതിലൊക്കെ പോയിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ ഇപ്പോഴാണ് കണ്ണൂത്ത് ഇതാണെന്നുള്ളത് അറിയണത്. അപ്പം നല്ല ഫുഡ് എല്ലാവരും വന്ന് കഴിക്കണം കേട്ടോ. കണ്ണൂത്ത് വന്നിട്ട് എല്ലാവരും ഇത് വാങ്ങി കഴിക്കണം, എല്ലാ വക സാധനങ്ങളും. പിന്നെ പാടത്ത് കുറച്ച് നല്ല ഈവനിങ് ആയി കാരണം നല്ല രസമുണ്ടായിരുന്നു പാടും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നടന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അമ്മ ഞങ്ങൾ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുന്ന വരെ ഇങ്ങനെ പോസ്റ്റായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ ഗൈസ് ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ പരിപാടി രക്ഷയില്ല കേട്ടോ. ഞാൻ കിടന്നുറങ്ങരുതേ. അപ്പം എന്നോട് പറയാ പുറത്തേക്ക് ഒരു ഷൂട്ടുണ്ട് അല്ലേ, ഒരു ഷൂട്ടുണ്ട്, അതിന് പോവാനാന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അങ്ങനെ കൊണ്ടുപോയതാണ്. ഇന്നത്തെ ദിവസത്തിന്റെ ഒരു ദിവസം ഒരിക്കലും ഉണ്ടാക്കില്ല. എൻജോയ് ചെയ്തു. കണ്ണൂത്ത് എന്ന് പറഞ്ഞ വഴി കൂടെ പാസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ കണ്ണൂത്ത് ഇതാണെന്നുള്ള ഈ വഴിയാകുമ്പോ എന്തായാലും വന്നിട്ടുണ്ടാവില്ല.
ഞാൻ വന്നിട്ടുണ്ട് ഈ വഴി കൂടെ. ആണോ? അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഈ വഴി കൂടെ വന്നിട്ടുണ്ട്. ഉണ്ടാവും ചിലപ്പോ ഏത് നമ്മുടെ കൊടുങ്ങല്ലൂർ അത് ഇതിൽ പോവില്ല. ഞാൻ തന്നെ ടച്ച് ചെയ്ത് ആ വഴി പറഞ്ഞു വന്നിട്ടില്ല കേട്ടോ ഗായ്സ്. അപ്പൊ ഈ വഴിയല്ല, വേറെ വഴിയാ. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ല, പാടന്നെ ഉള്ളു. ഗ്രാമഭംഗിയൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് മാത്രം ജസ്റ്റ് ഇഷ്ടാവുന്ന മാത്രം. സത്യം പറഞ്ഞ നമ്മുടെ ഈ ടൗണിൽ ഈ പൊടിയും കാറ്റൊക്കെ അടിക്കുന്നേക്കാളും നല്ല ഇങ്ങനെയുള്ള വൈബിൽ വന്നു നിന്ന പച്ചപ്പുല്ലിന്റെ മണല്ലേ, ആ ഒരു തലോടല് നല്ല രസം. അത് അപ്പൊ നേരം വൈകണ്ട് പോവാം. അപ്പൊ ഹായ് ടാറ്റ. പിന്നെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് ഞാനൊരു 7 മണി ഒരു 8 മണിയാകുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കിടന്നുറങ്ങിയിരുന്നു കേട്ടോ. അച്ഛനും സാഗരാട്ടനും കൂടിയിട്ട് പുറത്തേക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവർ പോയി വരുന്നവരെ ഞാൻ കിടന്നുറങ്ങിയിരുന്നു. അതാണ് എൻ്റെ കോലം ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ എണീറ്റു. ഇനി നമ്മൾ ചായയൊക്കെ കുടിച്ചു. നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ.